എല്ലാത്തിനും കാരണം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാലും തീറ്റിപ്പിച്ചോണ്ടിരിക്കും. ഈ ദോശയൊക്കെ തരുമ്പോഴേ എനിക്ക് 2 എണ്ണം മതി എന്ന് പറഞ്ഞാലും ആന്റിങ്ങനെ ഇട്ടോണ്ടിരിക്കും. അപ്പൊ നീ എന്ത് ചെയ്യും? വേറെ നിവർത്തില്ലല്ലോ, കഴിച്ചോണ്ടിരിക്കും. ഓ, അപ്പൊ കുറ്റം മൊത്തം കനകത്തിന്റെ ആയി. അവനവന്റെ വയററിഞ്ഞ് കഴിച്ചാലേ അവനവന് തന്നെ കൊള്ളാം. അമ്മമ്മേ, ഓ, ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ നിയന്ത്രണം വേണം. ഞാൻ പഴയതുപോലെ ഓടിച്ചാടി കളിക്കാനൊക്കെ പോകും. അപ്പൊ പൊന്നുമോൾ ഉദ്ദേശിച്ചു വരുന്നത് ഡയറ്റിംഗ് തുടങ്ങാൻ പോവാണ് എന്നാണോ? ആ, എന്തായാലും അതൊക്കെ വേണം. വലിയ കുട്ടിയായി വരുവാ. അതെ അതെ അതെ. എന്താ കിണിക്കണേ? ചേച്ചി, ഈ വീട്ടില് ആഹാരത്തിന്റെ കാര്യത്തിൽ എന്നെ കടത്തി വിടുന്ന ഒരേ ഒരാളെ ഉള്ളൂ. അതാണ് ഇതാ ലെവള്. ഈ എവള് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പോണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. பாரு டயட்டிங் எல்லாம் இந்த ஏஜ்ல செய்யக்கூடாது. இந்த ஏஜ்ல நல்லா சாப்பிடணும். அப்பதான் இந்த பல்லு, எள்ளு, காலு, கையெல்லாம் நல்லா வளரும். നന്നായിട്ടൊന്ന് ഓടുകയും ചാടുകയും ഒക്കെ ചെയ്താൽ മതി. കഴിക്കുന്ന ആഹാരമൊക്കെ തന്നെ ദഹിച്ചോളൂ. അയ്യോ, ഓടാനും ചാടാനും ഒന്നും പാറുവിനെ കിട്ടൂല. ഓടാനും ചാടാനും ഒക്കെ ഞാൻ തന്നെ പോണോ? കളിക്കാൻ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാ വരുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇരുന്നിരുന്ന് ഞാൻ ഇങ്ങനെ ആയിപ്പോയി.